സിജോ അപ്പൊ അർജുനെയും ശ്രീധുവിനെ പറ്റി അപ്പൊ അർജുനോട് പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. സിജോയ്ക്ക് അപ്പൊ എല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം സ്പെഷ്യൽ ആയിട്ടുള്ള ഡിന്നർ ഉണ്ടായിരുന്നല്ലോ, ആ ലൈറ്റിൽ കൈ പിടിച്ചിട്ട് സിജോയും അർജുനും തമ്മിൽ സംസാരിക്കുവാണ്. അപ്പൊ സിജോ അർജുന്റെ മനസ്സിലെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. സിജോ പറയുവാണ്, 62 ദിവസമായിട്ട് ഇവിടെ ഒരാളോട് ഒരു കണക്ഷൻ ഉണ്ട്, അത് 3-4 പ്രാവശ്യം ഡിസ്കണക്ട് ആയി എന്നൊക്കെ പറയും. അപ്പൊ അർജുൻ ചോദിക്കുന്നുണ്ട്, എന്ത് ഡിസ്കണക്ട് ആയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവിടെ വെച്ചത് തുറന്നു പറയില്ല എന്നൊക്കെയായിട്ട് സിജോ പറയുന്നുണ്ട്. ഇവരെ ടേബിളിൽ ഇരുന്നിട്ട് അപ്പൊ ശ്രീധു ലൈറ്റ് ഒക്കെ പിടിച്ചൊക്കെ കേട്ടോണ്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ നന്ദനയൊക്കെ ഓരോ അർജുൻ നൈസായിട്ട് അങ്ങ് എണീറ്റ് പോവാണ് ഉണ്ടായത്. കൂടുതൽ പറയിപ്പിക്കാൻ നിന്നില്ല. അർജുൻ അപ്പൊ അവിടെ കണക്ഷൻ ഉള്ളത് അപ്പൊ ശ്രീധു ആയിട്ടാണ്. പിന്നെ 2-3 പ്രാവശ്യം എന്താണ് ഡിസ്കണക്ട് ആയെന്നറിയില്ല. ഇവര് വല്ല വഴക്കൂടിപ്പോഴോ സിബിൻ വന്നപ്പോൾ വഴക്കൂടിയതോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോ സിജോ ഉദ്ദേശിച്ചത്. ശ്വേതമേനോൻ അല്ലെങ്കിൽ ഇവരെ കുറെ കാര്യങ്ങളിലൊക്കെ രണ്ടുപേരെ വെച്ച് കളിയാക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സിജോ ഇന്നലെ ജാസ്മിൻ ജയിലിരുന്ന് സിജോയുടെ പടം വരച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അർജുനെ ശ്രീധുവിനെ പടം ഇനി വരച്ചില്ലല്ലോ എന്നപ്പോ ജാസ്മിൻ പറയുന്നുണ്ട്. അപ്പോൾ സിജോ പറയുന്നുണ്ട്, അവരുടെ പടമൊക്കെ ഒന്നിച്ച് വരച്ചാൽ മതി, അവർ ഒന്നല്ലേ എന്നൊക്കെ. സിജോ അപ്പൊ അർജുനായിട്ട് നല്ല കൂട്ടാണ്, അവര് തമ്മിൽ ഒന്നിച്ച് എപ്പോഴും സംസാരിക്കാറൊക്കെ ഉണ്ട്. അപ്പൊ സിജോയ്ക്കെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു.